തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നും ഹരിയാനയിലെ ഹിസാറിലേക്ക് പോകുന്ന കോയമ്പത്തൂർ ഹിസാർ AC എക്സ്പ്രസിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ട്രെയിനിലേത്തെ മൂന്നാമത്തെ ദിവസം കൂടിയാണ്. ഇപ്പോൾ സമയം രാവിലെ 7:30 മെഡ്ത റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയ സമയത്ത് കണ്ടത് മൊത്തം കോട മഞ്ഞിലിങ്ങനെ മൂടിക്കെടുക്കുവാന്ന്. കാരണം മൊത്തം ഫോഗാണ്. അതുപോലെ ഒന്നും കാണുന്നില്ല ഇങ്ങോട്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പും. നമ്മളുണ്ടല്ലോ രാവിലെ 5:40 ജോധ്പൂർ എത്തിയ സമയത്ത് തന്നെ ഉറങ്ങി എണീറ്റുണ്ടായിരുന്നു. ആ സമയത്ത് വീഡിയോ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നല്ല ഇരുട്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എൻ്റെ വായിന്ന് പുകയൊക്കെ പോകുന്നു. നല്ല പ്രത്യേകം ക്ലൈമറ്റ് തന്നെ അല്ലേ? അതെ. ഈ മെർത്ത റോഡ് റെയിൽവേ സ്റ്റേഷനിൽ 3 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇവിടുന്ന് ഒരു റൂട്ട് കൂടെ പോകുന്നുണ്ട്, റവാഡിയിലേക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ബിക്കാനീർ റൂട്ട്, നമ്മൾ വന്ന ജോധ്പൂർ റൂട്ട്. അപ്പം ഇന്നലെ നമ്മൾ RICയിലാണ് നമ്മൾ അഹമ്മദാബാദിൽ നിന്നൊക്കെ കിടന്നുറങ്ങിയത്. ഏകദേശം 1:30 അബു റോഡൊക്കെ എത്തുമ്പോൾ നമ്മളെ തൊട്ടിപ്പുറത്തിന് ഒരു മിഡിൽ ബർത്ത് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതിലോട്ട് മാറി. എന്നാലും കിടന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെ അതെ, വർക്കുന്നുണ്ടല്ലേ? നല്ല രീതിയിൽ വർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ചായയൊക്കെ വെക്കുന്നുണ്ട്. ഇത് NWR ആണ്, നോർത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് B6. എൻ്റെ പൊന്നോ, ഈ സമയത്തല്ലേ ഇവിടെ നിൽക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. എന്തൊരു പറയാന്ന്, ഞാനെല്ലാം ഇങ്ങനെ നിന്ന് വിറക്കിയെന്ന്. ജാക്കറ്റ് എടുത്തിടാതെ ഒരു രക്ഷയില്ല. അതൊന്നൊരു ചായയൊക്കെ വാങ്ങിക്കണമെന്നുണ്ട്. നമുക്ക് ട്രെയിനിൽ നിന്ന് വാങ്ങിക്കാം. എന്തായാലും പുറത്തൊന്നും എന്തായാലും കുടിക്കാൻ പറ്റില്ല. പിന്നെ ഈ കൈ നല്ല രീതിയിൽ ഷെയ്ക്കാവുന്നുണ്ട്. ഫോണിന് കാലിബ്രേഷൻ ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. നല്ല രീതിയിൽ വിറക്കാതെ നമുക്ക് അതിനകത്ത് കയറിയിട്ട് ഒരു ചായ എന്തായാലും മസ്റ്റായിട്ട് വേണം. ചായ എന്തായാലും വേണം, അത് പിന്നെ പറയാനുണ്ട്. എത്രയാ ഇവിടെ കത്തിക്കുന്നൊക്കെ ഉണ്ട് ഇതല്ല. അതുപോലെ നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത് കോയമ്പത്തൂർന്ന് ഹിസാറിലേക്ക് 22,476 കേട്ടാ. ഈ ഭാഗത്ത് ഇതാ സിഗ്നലൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഒരു 3 മിനിറ്റ് ആയതേ ഉള്ളൂ. MTD എന്ന് പറഞ്ഞാലാണ് ഈ സ്റ്റേഷന്റെ കോഡ് വരുന്നത്. 5 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. എന്താ അല്ലേ, റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു ഭാഗത്തേക്കൊന്നും വിസിബിൾ ആവുന്നില്ല. ഫുള്ള് മൂടിയിരിക്കാൻ. ഇപ്പൊ ട്രെയിൻ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇതിന്റെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് തന്നെ കണ്ടോ. മെഡ്ത റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇതേ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇപ്പൊ സമയം 7:42. വണ്ടി ഏകദേശം കാലിയായിട്ടാ. ഇനിയിപ്പോ ബിക്കാനീറും കൂടെ എത്തിയാ പിന്നെ ഇതിൽ ആരും ഉണ്ടാവില്ല. ഒരു ട്രെയിൻ വരുന്നുണ്ടോ? ലോകബലിനൊന്നും ഒന്നും കാണൂല. അതൊന്നും വിസിബിൾ അല്ല ആ ഒരു ഭാഗത്തേക്കൊന്നും. എന്താ പൊന്നോ, അടിപൊളി. കാണാൻ ഒരു വേറെ രസമുണ്ട്. നമ്മുടെ നാട്ടിലേക്കൊന്നും അധികം കാണാത്തൊരു സംഭവമല്ലേ ഇതല്ലോ. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് പോയി. ഇവിടുന്ന് നിന്ന് വറക്കുന്നതിനെക്കാട്ടി നല്ല അകത്ത് പോയി ഇരിക്കുന്ന തന്നെയാണ്. ആ ട്രെയിൻ പോയി, അതിനവിടെ സ്റ്റോപ്പുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് ഒന്നും ക്ലിയർ അല്ല. ഉള്ള കടല് പോലെ ഇങ്ങനെ എന്താ പറയാ, ആ ഒരു ഫോഗ് കയറി നിൽക്കുക. ഇനിയിപ്പോ ട്രെയിൻ സ്പീഡ് എടുത്ത് തുടങ്ങും. രവാടി ഭാഗത്ത് വരുന്ന ലൈനായി. ട്രെയിൻ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ടിട്ട് 3-ാമത്തെ ദിവസമായി. വൃത്തിയൊക്കെ പക്കേ, നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ കോച്ചിലോട്ട് കയറാം. നമ്മുടെ ബെർത്ത് വരുന്നത് ഇവിടെയാണ്. ഈ ഒരു RC ഇവിടുന്ന് പുറത്തേക്ക് കാണുന്ന വ്യൂ കണ്ടാ കിട്ടില്ലല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈസിയാ നല്ലത്. ഈസിയുടെ തത്വം ഇല്ല, തണുപ്പില്ല.
ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ പറഞ്ഞ ഈ ഒരു ശൈത്യകാലത്ത് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി പകുതി വരെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് AC പ്രിഫർ ചെയ്യാം. വേറൊന്നും കൊണ്ടല്ല, പുറത്തുനിന്ന് പറഞ്ഞാൽ അസാധാരണ ഭയങ്കര തണുപ്പാണ്, നമുക്ക് സഹിക്കാൻ പറ്റൂല. പക്ഷെ AC-നകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് കാലാവസ്ഥയിലും യാത്ര ചെയ്യുന്ന പോലെ നല്ലൊരു, കാരണം ഇതിനകത്തൊരു ഫിക്സഡ് ആയിട്ട് ഒരു ടെമ്പറേച്ചറാണ്, രാത്രി കിടന്നോ അങ്ങനെ ബുദ്ധിമുട്ടില്ല. സ്ലീപ്പറിലാണെങ്കിൽ ഈ സമയത്ത് കടകടാ വറക്കം ഇങ്ങനെ. സ്ലീപ്പർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്ക് പുതച്ച് മൂടി കഴിച്ച് നമുക്ക് സഹിക്കാൻ പറ്റില്ല, പുറത്ത് നിൽക്കുന്നതിന് തുല്യം തന്നെയാണ്. പിന്നെ നമുക്ക് വിചാരിക്കാൻ കഴിയില്ലത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മളിപ്പോ RAC യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടല്ലോ ഈ കമ്പിളി ആയാലും പുതപ്പായാലും ഈ പില്ലോ ആയാലും അത് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നായിട്ടേ കിട്ടുള്ളൂ. നിയമം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരെണ്ണേ കിട്ടുമല്ലോ. നിയമം വന്നിട്ടുണ്ട് ഇപ്പം, പക്ഷെ ഇപ്പം നിലവിൽ രണ്ടുപേർക്കൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ അപ്പൊ അതുപോലെ തന്നെ ഉണ്ടല്ലോ, മനു ഇന്നലെ കിടന്നതാ ഇവിടെയാണ് ഈ മിഡിലാ അവിടെയാ കിടന്നത്. അവിടെ ഞങ്ങൾ ചോദിച്ചിട്ട് കിട്ടി. അതെ. ഇപ്പൊ കുറച്ചുകൂടെ പോയിട്ട് നമുക്ക് പല്ലൊക്കെ തേക്കാം, ചായയൊക്കെ കുടിക്കാം. ചായ കുടിച്ചാലേ സെറ്റ് ആവുള്ളൂ. ഈ ലോക്കോ പൈലറ്റല്ലേ ഇതിലേക്കൂടെ എങ്ങനെ ഓടിക്കുന്ന സമ്മതിക്കണം കേട്ടതാ. സിഗ്നൽ പോലും മര്യാദക്ക് കാണൂല. സമയം ഇപ്പൊ 8:30. നാഗൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഉരുൾമഞ്ഞുണ്ട് അത്ര. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക നാഗൂർ. ഇവിടുത്തെ ആൾക്കാരൊക്കെ കയറാനുണ്ടാ? ഇല്ല. ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഭാഗം. ഈ നവീനൊക്കെ ഇറങ്ങി വരുന്നുണ്ടാ. തണുത്ത് നിക്കാൻ പറ്റുന്നില്ല. തണുത്ത് നിക്കാൻ പറ്റില്ല, പിന്നെന്ത് ചെയ്യണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ എല്ലാരും ഇതേപോലെ തന്നെ നീ പുതപ്പെടുത്ത് ഇങ്ങനെ പുതക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ എന്താ പറയാ, മനുഷ്യന്മാരല്ലേ. പിന്നെ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് ജാക്കറ്റ് ഒന്നും ഇല്ലെന്ന്. ജാക്കറ്റ് ഒന്നുണ്ട്, ഒരു ഡ്രസ്സ് ഉണ്ട് അതിന്റെ അകത്തുണ്ട്. അതിനിപ്പോ ഇവിടെ നിന്നിടാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾ മുകളിലോട്ടൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് എന്തായാലും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ടുവന്നിട്ട് തന്നെ എല്ലാം കയ്യിൽ കരുതിയിട്ട് തന്നെയാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചത്. തീർച്ചയായും. ഇവിടെ ഇപ്പൊ നാഗൂറിൽ 5 മിനിറ്റ് ആണ് നമ്മുടെ ട്രെയിൻ എന്താ പറയാ സ്റ്റോപ്പ് വരുന്നത്. ഈ ട്രെയിനിന്റെ കോച്ചുകളുടെ എണ്ണം ഒന്നും കൂടെ പറയാം. ഇത് ഫുൾ AC ട്രെയിൻ ആണല്ലോ. ഇതിന് ടോട്ടലി 12 തേർഡ് AC കോച്ചുകളുണ്ട്. പിന്നെ സെക്കൻഡ് AC-ലേക്ക് വരുവാണെങ്കിൽ 5 ഉള്ളത്, ഒരു ഫസ്റ്റ് AC. പിന്നെ ഇനി അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ് ഒന്നുമില്ല. ഫുൾ AC വണ്ടി ആയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു എന്താ പറയാ, ഈ ആൾക്കാർ ഇടിച്ചു കയറുന്നൊന്നുമില്ല. സ്ലീപ്പറും ഇല്ല, ജനറലും ഇല്ല. അതുകൊണ്ട് ലോക്കൽ ടിക്കറ്റ് എടുത്തൊന്നും ആർക്കും കയറാൻ അവിടെ പറ്റൂല. അതെ. ഇവിടെ ഇതാ NW, അതായത് ഇത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേന്റെ വണ്ടിയാണ്. ട്രെയിൻ ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ബാഡ്വാസി എന്നാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പേര്. ജയ്സാൽമീറിന് ജയ്പൂരിലേക്ക് പോകുന്ന ലീലൻ എക്സ്പ്രസ് ഇതിലൂടെ ഇപ്പൊ കടന്നു. ഇത് സിംഗിൾ ട്രാക്കാണ്. ഇപ്പോൾ ക്രോസിംഗ് ആണ്. അങ്ങ് ഒരു മോഡൽ മഞ്ഞ ഒരു ട്രെയിൻ വരുന്നത് കാണണ്ടേ. ഇപ്പൊ വണ്ടി വരുന്നുണ്ടേ. ആ ഒരു ട്രെയിൻ പോകുന്ന പോക്ക് കണ്ടില്ലേ, നല്ല ഹോൺ അടിച്ചിട്ടാണ് വന്നത്. കാരണം അത് ഈ ഒരു മുൾമഞ്ഞ് കാരണം ട്രാക്കിൻ്റെ സൈഡിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഹോൺ അടിക്കുന്നത്. നല്ല സ്പീഡിൽ തന്നെയാണ് വണ്ടി പോയത്. ഇനി രാവിലെ നമുക്ക് ഭക്ഷണം കഴിക്കാം. 2 ചായ ആദ്യം തന്നെ വാങ്ങി. കാരണം നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് അധികം ചായ ഒന്നും വാങ്ങിച്ച് കുടിക്കാറൊന്നുമില്ല. പക്ഷേ ഈ ഒരു തണുപ്പത്തി എന്തായാലും വേണം അല്ലേ നവി? രാവിലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞങ്ങൾ തീരുമാനിച്ചാണ് ഈ ഒരു ചായ വേണമെന്ന്. കാരണം നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ ചായയും ഞങ്ങൾ ബെന്നു കഴിക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ വാങ്ങിച്ചു കൊണ്ടുവന്നത്. ഇതിൽ പിന്നെ പോവയും ഇത് ഉപ്പുമാക്കി ഉണ്ട്. രാവിലെ മുതലേ പോകുന്നുണ്ട്, ഉപ്പുമാക്കി ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് രാവിലെ കഴിക്കുന്നില്ല, ഇത് ഓൾറെഡി ഉണ്ട്. കാരണം നമ്മൾ അല്ലെങ്കിലും ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ ആണല്ലോ കഴിക്കുന്നത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് വണ്ടി നിന്നത്. ഇത് ഈ ഇവിടുന്ന് വണ്ടി എടുത്ത് രാവിലെ 9 മണിക്കത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാല് ആ പുറത്തൊന്നും പോയി നിൽക്കാനാവുന്നില്ല, ഇതിൻ്റെ അകത്ത് തന്നെ വരണം. ഇതന്നെ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് നമുക്ക് നിൽക്കാനിരിക്കാനൊക്കെ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് തന്നെയാണ്. അതെ. സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞ് നോക്കാന്ന് പറഞ്ഞുള്ളൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഈ 9:30 ഇവിടുത്തെ ആ ഒരു ഫോഗിന് ഒരു കുറവുമില്ല. കണ്ടതാ, ആ ഒരു മുഴൽമഞ്ഞ് ഒത്തുപോലെ ഉണ്ട് അത്ര.
സമയത്ത് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർ സമ്മതിക്കണം. അയ്യോ, നോക്ക ഇതൊരു സ്കൂൾ ബസ്. റെയിൽവേ സ്റ്റേഷനെത്തി. നോക്ക റെയിൽവേ സ്റ്റേഷൻ. ഇനി അങ്ങോട്ട് ഈ ആൾക്കാർ കേറാനൊന്നും അധികം ഉണ്ടാവില്ല, ഇറങ്ങാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് നോക്ക റെയിൽവേ സ്റ്റേഷൻ. നോക്ക റെയിൽവേ സ്റ്റേഷനിൽ ഇതേ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഈ ഒരു ട്രെയിനെ പറ്റി പറയുമ്പോൾ ഈ ട്രെയിനിൽ ലോക്കൽ റിവേഴ്സിലുണ്ട്. ബിക്കാനീർ എന്നാണ്. ഇപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. ഇപ്പം നേരെ അങ്ങോട്ട് പോകും. ബിക്കാനീർ നമുക്കതൊക്കെ പോയി കാണാം. കാരണം ഇനിയിപ്പോൾ അവിടത്തേക്ക് അധികം ദൂരമൊന്നുമില്ല, കുറച്ച് അടുത്ത് തന്നെയാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ലോക്കൽ റിവേഴ്സിൽ പോയി കാണാം. അടുത്ത സ്റ്റോപ്പ് വരുന്നത് ബിക്കാനീർ തന്നെയാണ്. ഇത് ഇവിടെ ഒരു പട്ടിയുണ്ട്, വലിയൊരു പട്ടി. അതിലൂടെ റോഡ് പോകുന്നുണ്ട്. അവിടെ ബസ്സൊക്കെ ഉണ്ട്. അതാ പുറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഡയറക്റ്റ് പുറത്ത് തന്നെ ബസ് സർവീസൊക്കെ കിട്ടുന്നുണ്ട്. അതാ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെയല്ലേ, നല്ല ഹോണടിയാണല്ലോ. എന്താല്ലേ ഈ ഒരു ഭാഗത്തെ ട്രക്കിൻ്റെയും ഇതുണ്ട ഈ ലോറീൻ്റെ ഒക്കെ ഹോണടിയത്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തെ കാഴ്ച നമുക്കൊന്ന് വേണ്ട. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഇതിലൂടെയും റോഡ് വന്നില്ല. നേരത്തെ കണ്ട റോഡില്ലേ, അത് ഇതിലൂടെയാണ്. ഇതിലൂടെ ഇങ്ങനെ 2 പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉള്ളത്. ആ ഒരു കോടയില്ലേ, 10 മണി കഴിഞ്ഞിട്ടും റിലീസായിട്ടില്ല. അതുപോലെ ഉണ്ട്. അത്രയും നവീനൊക്കെ ഇത് ഇവിടെ പൊതച്ച് കിടക്കുക. എന്താല്ലേ കാണുമ്പോൾ ഒരു മഴ മൂടലുണ്ട് അല്ലേ? ഒരു മഴ മൂടൽ പോലെ ഉണ്ട്. അത് ഈ ഒരു ഇതിൻ്റെ ഇങ്ങനെ തന്നെയാണ്. നല്ല രസമാണ്. പക്ഷെ നമുക്ക് ആ ഡോറിൻ്റെ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല, നല്ല തണുപ്പായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നു. ഇപ്പൊ ബിക്കാനീർ എത്തട്ടെ അല്ലേ? ഞാൻ വിചാരിച്ചു ബിക്കാനീർ എത്തുമ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടാവുന്നത്. ഇവിടെ അടുത്ത വലിയ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ബിക്കാനീർ തന്നെ. സമയം ഇപ്പം കറക്റ്റ് 10:00. ബിക്കാനീർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 1 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ ബിക്കാനീറിലോട്ട്. പിന്നെ ഈ ഒരു ആദ്യകാലത്ത് ഈ ട്രെയിൻ ഉണ്ടായത് ഹിസാറിലേക്കല്ല, ബിക്കാനീർ വരെയാണ്. അതായത് 2012 സെപ്റ്റംബർ സമയത്ത് ആണ് ഈ ട്രെയിൻ ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത് ബിക്കാനീർന്ന് കോയമ്പത്തൂരേക്ക്. പിന്നീട് 2018 ഓഗസ്റ്റിലാണിത് ഹിസാറിലേക്ക്, ബിക്കാനീർന്ന് ഹിസാറിലേക്ക് നീട്ടിയത്. ബിക്കാനീർ ഇപ്പത്തും ഇവിടുത്തെ ഒരു ഓട്ടോ ഏതാ? ഈ രാജസ്ഥാൻ ഭാഗത്തെ ഒരു ഓട്ടോറിക്ഷകൾ കാണാൻ പറ്റും. ശ്രീഗംഗാനഗറിലെല്ലാം പോയ കാണാൻ. എവിടെ ആയിരിക്കും പ്ലാറ്റ്ഫോം? ഇവിടെ ആയിരിക്കുമോ? ഇവിടെ അല്ലാന്നാ തോന്നുന്നത്. ഭാഗ്യം, ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം വരുന്നത്. സമ്പർക്രാന്തി എക്സ്പ്രസ് ബിക്കാനീർ ഡൽഹി സറൈ റോഹില്ല. അങ്ങനെ ബിക്കാനീറിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ബിക്കാനീർ ജംഗ്ഷൻ. ഇത് ജംഗ്ഷനാണ്. ഇവിടുന്ന് വാട്ടറിംഗ് ഒക്കെ ഉണ്ടാവും, അതുപോലെ ലോക്കൽ റിവേഴ്സും ഉണ്ടാവും. ബിക്കാനീർ ജംഗ്ഷൻ. ദേ ഇവിടെ നമ്മുടെ ട്രെയിൻ 25 മിനിറ്റോളം ഹോൾട്ട് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആ ലോക്കൽ റിവേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബിക്കാനീർ ജംഗ്ഷൻ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന ചുരു ഹിസാർ റൂട്ട്, അതുപോലെ നമ്മൾ വന്ന ജോധ്പൂർ റൂട്ട്, പിന്നൊന്ന് പറഞ്ഞാൽ ലാൽഗഡ് സൂരത്ഗഡ് വഴി പോകുന്ന ഒരു റൂട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ജംഗ്ഷൻ വന്നത്. വലിയ റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ രാജസ്ഥാനിലത്തെ 4ാമത്തെ വലിയ നഗരമാണ് ബിക്കാനീർ. ഇവിടെ ഒരു ബിക്കാനീർ റെയിൽവേ സ്റ്റേഷനിൽ ടോട്ടൽ 6 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഇവിടെ തന്നെയാണ് നെയിം ബോർഡ് ഉള്ളത്, ബിക്കാനീർ ജംഗ്ഷൻ. അവിടെ ആ ഒരു ലോക്കോമോട്ടീവ് വന്നിട്ടില്ല. ഇനിയിപ്പോൾ അവിടുന്ന് ആ ഒരു മുന്നിൽ നിന്ന് റിലീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അങ്ങ് അവിടെ ലോക്കോമോട്ടീവ് വന്നിട്ടുണ്ട്. WP7 തന്നെയാണ്. നിങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് കണ്ട അതേ ലോക്കോമോട്ടീവ്, ഭഗത് കി കോത്തിയുടെ. ഇവിടെ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതവിടെ ഇപ്പം കപ്ലൈ ചെയ്യും. അത് വരുന്നുണ്ട്. ലോക്കൊക്കെ അവിടെ സെറ്റായി. ഏകദേശം ഒരു 15 മിനിറ്റിന് മേലെ തന്നെ നമ്മൾ ഈ ഒരു പുറത്ത് നിന്നിട്ടാണ് അത് അങ്ങ് അവിടെ പോയിട്ട് വളഞ്ഞ് വന്നത്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കോയമ്പത്തൂരിൽ നിന്ന് കണ്ട അതേ ലോക്കോമോട്ടീവ് തന്നെയാണ് ഇവിടുന്ന് മാറ്റി
നേരെ ആദ്യം ഹിസാറിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ കോച്ചിലോട്ട് പോവാം. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ഈ ഒരു വണ്ടിയില്ലേ, ഇത് ദുരന്തോ എക്സ്പ്രസ്സാ, ബിക്കാനീർ സിയാൽദ. അവിടെ കണ്ട ബോർഡ് കണ്ട, ദുരന്തോ എക്സ്പ്രസ് എന്നില്ലേ. കൊൽക്കത്ത ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണ് ഇത്. നല്ല സ്പീഡാണ് ഈ വണ്ടിക്ക്. ഡൽഹി വഴിയാണ് ഈ വണ്ടി പോകുന്നത്. സമയം ഇപ്പോൾ 11:35. ഇപ്പോഴാണ് ഇവിടെ ബിക്കാനീറിന്ന് വണ്ടി എടുക്കുന്നത്. ദുരന്തോ എക്സ്പ്രസ്. ഇതിന്ന് തന്നെ പോകും. ഇവിടുന്ന് സിയാൽദയിലേക്ക് ഇന്ന് സർവീസ് ഉണ്ട്. ഹൗഡ. ഈ ട്രെയിൻ ഇപ്പോൾ പോകുന്നത് മൊത്തം ഒരു മരുപ്രദേശത്തെ കൂടിയാണ്. മൊത്തം മണലാണ്. ഈ ട്രാക്കിൻ്റെ ഇവിടെ എല്ലാം മണലാണ്. ഉണ്ട് ഒരു വിജനമായ സ്ഥലം. ഇപ്പം സമയം 12 മണി കഴിഞ്ഞ്. 12 മണി കഴിഞ്ഞിട്ടും ആ തണുപ്പിന് ഒരു കുറവുമില്ല. രാവിലത്തെ തണുപ്പ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇപ്പോഴും. ഇപ്പോൾ റോഡ് വഴിയൊക്കെ ട്രാവൽ ചെയ്യുന്നവരൊക്കെ സമ്മതിക്കണം ഈ ഒരു ടൈമിൽ. ഞങ്ങൾ ഈ സമയത്ത് ഈ ഒരു ഭാഗത്തേക്കിടെ റോഡ് വഴി സഞ്ചരിച്ചിട്ടുണ്ട് 2 വീലറിൽ. അതിൻ്റെയൊക്കെ കഥ പറയാം. ഓരോരോ റെയിൽവേ സ്റ്റേഷനുകൾ എത്തട്ടെ. ശ്രീ ദുംഗർഗഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിന് ഹോൾട്ട് ഉണ്ടായത്. ഇവിടുന്ന് വണ്ടി എടുത്ത് 12:42 സമയം. ഇപ്പം ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിർമ്മിതി കണ്ട ഈ ഒരു മോഡലാണ്. ഒരു പട്ടിക്കൂട്ട. ഇതാണ് നെയിം. ലെവൽ ക്രോസിംഗ് ഉണ്ട് ഇവിടെ. ട്രെയിനിൻ്റെ സ്പീഡ് ഇപ്പം 108, 110 തന്നെ പോകുന്നത്. വെയിലൊക്കെ വന്നു തുടങ്ങി. പിന്നെ പ്രശ്നമില്ല. ഇനി ഇതിൽ തന്നെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ എത്താനായിട്ടില്ല. ഒരു 30 കിലോമീറ്ററും കൂടെ പോകാനുണ്ട്. ഈ ഹിസാർ വണ്ടിക്ക് നല്ല സ്പീഡാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രത്തൻഗഡ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ട രത്തൻഗഡ് ജംഗ്ഷൻ എന്നുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗം തന്നെയാണത്. നല്ലൊരു നിർമ്മിതിയാണ്. നമ്മുടെ വണ്ടി ഇതാ അനൗൺസ്മെന്റ്. 5 മിനിറ്റ് ഉണ്ട് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ്. പിന്നെ നേരത്തെ ട്രെയിനിൽ പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇവിടുത്തെ തണുപ്പിൽ സ്കൂട്ടറായാലും ബൈക്കായാലും ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇതിലെ കൂടെയൊക്കെ വണ്ടി എടുത്ത് പോയത് തന്നെയാണ്. 2020 ആ ഒരു ആദ്യ വർഷത്തിന്റെ ആദ്യ സമയത്ത് ഞങ്ങൾ കേരള ടു കാശ്മീർ എന്ന് പറഞ്ഞൊരു യാത്രയുണ്ടായി. ഞങ്ങൾ ആദ്യമായിട്ടാണ് രാജസ്ഥാനിലേക്ക് വരുന്നത്. ഞങ്ങളുടെ വിചാരം രാജസ്ഥാനിൽ മരുഭൂമിയാണ്, നല്ല ചൂടായിരിക്കും, ചുട്ടുകൊള്ളുന്ന വെയിലായിരിക്കും എന്ന് വിചാരിച്ചില്ല. എൻ്റെ അമ്മോ, അതൊരു പറയേണ്ട കാര്യം. ജയ്പൂരിൽ നിന്ന് ബത്തിണ്ടയിലേക്ക് ഞങ്ങൾ റൈഡ് ചെയ്യണ്ടായി. രാവിലെ 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ജയ്പൂരിൽ നിന്ന്. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നോർമലി ജാക്കറ്റ് ഇത് മാത്രമേ ഇട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു തണുപ്പ് തുടങ്ങി. സിക്കാർന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്, അതുവഴിയൊക്കെയാണ് പോയത്. എനിക്കൊന്ന് ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരും. അവിടേക്ക് എത്തുന്ന സമയത്ത് ഇങ്ങനെ വിറച്ചു പോയോ, അത് ഞങ്ങൾ ഒരിക്കലും ലൈഫിൽ മറക്കൂല. അതായത് ഈ ഒരു ശൈത്യ സമയത്ത് രാജസ്ഥാനിലൊക്കെ നല്ല തണുപ്പാണ്. വെയിലുണ്ടായിട്ടും കാര്യമൊന്നുമില്ല, തണുപ്പ് അതുപോലെ ഉണ്ട്. അത്ര
വളഞ്ഞാണ് ട്രെയിൻ പോകുന്നത്. ഞങ്ങളിത് നോർമൽ വെള്ളമാണ്. ഈ വെള്ളക്ക് ഐസ് വാട്ടറാണ് നവി. നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. അതായത് നോർമൽ വെള്ളം ഇതെന്ന് പറയുമ്പോൾ കുടിക്കണമെങ്കിൽ നമ്മൾ ഫ്രീസറിന്റെ ഉള്ളിൽ വെള്ളം വെച്ചിട്ട് കുടിച്ചാൽ അങ്ങനെ ഉണ്ട്, അതുപോലത്തെ അവസ്ഥ. അതുകൊണ്ടാണ് രാവിലെ എണീറ്റ് വേണം തന്നെ ചായ വാങ്ങിച്ചത്. ഇതുവരെ എന്താ പറയുക, ട്രെയിൻ യാത്രക്കിടയിൽ ഞങ്ങൾ ചായ കുടിക്കുന്നത് കുറവാണ്. ഈ ഒരു തണുപ്പ് കൊണ്ട് കുടിക്കാതെ വയ്യ. അത് നിങ്ങളായാലും എന്തായാലും കുടിച്ചു പോകും. കാരണം ഈ രാവിലെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്ക് അറിയാം, രാവിലെ ഒരു ചായ കുടിച്ചാൽ കിട്ടുന്ന വേറെ ഒരു എനർജിയാണ്. അത് ചായ കുടിക്കാത്തവരാണെങ്കിൽ കുടിച്ചു പോകും. അതാണ് ആ ഒരു സമയത്ത് ഒരു എന്താ പറയുക ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇനിയിപ്പോൾ ഈ ഒരു കാലാവസ്ഥ, അതായത് ഈ ഒരു തണുപ്പൊക്കെ മാറാൻ ഒരുപാട് മാസം എടുക്കും അല്ലേ? അതെ, ജനുവരി ഫെബ്രുവരി പകുതി വരെ ഉണ്ടാവും എന്തായാലും. ട്രെയിൻ ഇപ്പൊ ചുരു എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ചുരു ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. മെയിൻ പട്ടണത്തിന്റെ ഭാഗമൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തേക്കായിരിക്കാം. അങ്ങോട്ട് തന്നെ ഒരുപാട് ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. വളഞ്ഞിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇവിടെയല്ല പ്ലാറ്റ്ഫോം വരുന്നത് അവിടെയാ. പക്ഷെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷന്റെ ഫുള്ളൊരു വ്യൂ കാണാം. ചുരു ജംഗ്ഷൻ. ഈ ഒരു ചുരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. പിന്നെ ഇവിടെ 5 മിനിറ്റ് ഉണ്ട് നമ്മുടെ വണ്ടിക്ക് ഹോൾട്ട്. അതുപോലെ തന്നെ ചുരു ജംഗ്ഷൻ വരാൻ കാരണം ഇപ്പോൾ നമ്മൾ ഇനി പോകുന്ന സദൽപൂർ റവാഡി ലൈൻ, നമ്മൾ വന്ന ബിക്കാനീർ ലൈൻ, ഇവിടുന്ന് രാജസ്ഥാന്റെ ക്യാപിറ്റലായ ജയ്പൂരേക്ക് പോകുന്നുണ്ട്. വേറെ ഇവിടുന്ന് 200 കിലോമീറ്റർ ഉണ്ട് ജയ്പൂരിലേക്ക്. പിന്നെ സമയം ഇപ്പം ഫുഡൊക്കെ കഴിക്കുന്ന സമയമല്ലോ, ഞങ്ങൾ ഇതിന്ന് വാങ്ങുന്നില്ല. ഞങ്ങൾ കോയമ്പത്തൂരിന്ന് കയറിയത് മുതൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇതിലത്തെ പാൻറ്റിലത്തെ ഫുഡൊന്നും വാങ്ങിയതില്ല. ഒരു തവണ ഇഡലി മാത്രം കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. കൂടാതെ തന്നെ ഈ ട്രെയിനിലെ പാൻട്രിയിൽ ഒരൊറ്റ നോൺ വെജ് വിഭവങ്ങൾ ഇവര് വെക്കുന്നില്ല. അതെ അതെ അതെ. ഇവിടെ ഒരു വണ്ടി വന്നിട്ടാ ബിക്കാനീർ ജോധ്പൂർ. ഓ, ഇത് എക്സ്പ്രസ് ഫസ്റ്റ് AC വരെയുള്ള വണ്ടിയായതാ. അതായത് വാങ്ങിക്കാൻ, അതായത് ഇതിലത്തെ ഭക്ഷണം വാങ്ങിക്കുന്നില്ല എന്ന് തന്നെ വേറൊരു കാരണമുണ്ട്. ഇതിലത്തെ വെജ് മീൽസിന് ഇവർ ഇന്നലെയൊക്കെ പറഞ്ഞ പ്രൈസ് 200 ഇന്നലെ ആര് വാങ്ങിക്കാത്തതുകൊണ്ട് ഇന്ന് അതിൻ്റെ പ്രൈസ് കുറച്ചു 160 രൂപയ്ക്ക്. 160 ഞാൻ ചോദിച്ചപ്പോൾ അവർ വെജ് മീൽസിനൊക്കെ തോന്നുന്ന പൈസയാണ് ഈടാക്കുന്നത്, അല്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ഞങ്ങളിത് വാങ്ങുന്നതിൽ വെച്ച് ഇനിയിപ്പോൾ ഇസാറെത്തിയ ശേഷം നല്ല ഇഷ്ടംപോലെ ഹോട്ടലുകൾ ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് കഴിക്കാം. ചുരു സിറ്റിയൊക്കെ വരുന്നത് അങ്ങോട്ടാണ്. ഇതിൻ്റെ സ്റ്റേഷൻ്റെ പുറകുഭാഗത്തെ ആ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് ചുരു ഷവർമയെ അബ്ബാ സ്വാഗതം ചെയ്യുന്നു. ഇവിടെയൊക്കെ നല്ല തിരക്കാണ് ഇപ്പോൾ. ഈ തൊട്ട് ട്രാക്കിൻ്റെ ഇതിലൂടെ തന്നെ ഇതാ ഹൈവേ പോകുന്നുണ്ട്. ഇതുണ്ട്, അതാ നേരെ നോക്കി കാണാം. ഇവിടുത്തെ സ്റ്റേറ്റ് ബസ്സൊക്കെ അതാ. ട്രെയിൻ ഇപ്പോൾ സദൽപൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിന് 5 മിനിറ്റ് ഉണ്ട് ഹോൾട്ട്. അതുപോലെ തന്നെ സദൽപൂർ ജംഗ്ഷൻ വരാൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് 4 റൂട്ടുകൾ പോകുന്നുണ്ട്. ഒന്നിനിപ്പോൾ നമ്മൾ പോകുന്ന ഹിസാറിലേക്ക് ഇവിടുന്ന് വെറും 70 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അടുത്ത ഡെസ്റ്റിനേഷൻ, അടുത്ത സ്റ്റോപ്പും ഹിസാർ തന്നെയാണ്. പിന്നെ റവാഡി അതുവഴി ഡൽഹിയിലേക്ക് ഒരു റൂട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ വന്ന ബിക്കാനീർ റൂട്ട്, പിന്നെ ഇവിടുന്ന് ശ്രീഗംഗാ നഗറിലേക്കും വേറൊരു റൂട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ നേരത്തെ പാൻട്രീൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു, ഫുഡിനെ കുറിച്ചിട്ട്. ഇവിടുത്തെ ഈ രാജസ്ഥാൻ ഈ ഒരു ഭാഗത്തൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോലും നല്ല ഫുഡ് കിട്ടൂല കേട്ടോ. പ്രത്യേകിച്ച് കാറ്ററിംഗ് സ്റ്റാളുകൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഈ ബേക്കറി അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനത്തെ സംഭവങ്ങളെ സമൂസ മെയിൻ ആയിട്ട് ഉണ്ടാവും എല്ലായിടത്തും. മൊത്തത്തിൽ പൊടി പിടിച്ചൊരു സ്ഥലം. ആകാശമായാലും എല്ലാം ഒരേപോലെ തന്നെ. ലോകത്തെ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെയാണ്. അടുത്ത സ്റ്റോപ്പ് ഇസാറാണെന്ന് പറഞ്ഞിട്ട്, ഇസാർ സ്ഥിതി ചെയ്യുന്ന ഹരിയാനയിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് രാജസ്ഥാനാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ രാജസ്ഥാനിൽ നിന്ന് നേരെ ഹരിയാനയിലേക്ക് കയറും. ഇനി ഈ ഒരു വണ്ടീനെ കുറിച്ചിട്ട് പറയാം. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് ഹിസാർ വരെ ട്രാവൽ ചെയ്യുന്ന RAC ബർത്ത് അവിടെയുണ്ട്. 2530 രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ഫെയർ. 2000 കൂടിയിട്ട് 5000-ന് മേലെ തന്നെ ആയി. RAC കിട്ടിയത് കൊണ്ട് ഷെയർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് അത്. പക്ഷേ എന്താ പറയുക, ഒന്നാം ദിവസം
നല്ല രീതിയിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റി. രണ്ടാമത്തെ ദിവസം മനുവിന് എന്താ പറയാ കുഴപ്പമില്ല, ഒരു പകുതി നേരമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയി. പക്ഷെ ഞങ്ങൾ ഇത് ചാട്ടം പ്രിപ്പയർഡ് ആയ സമയത്ത് ഒരുപാട് എന്താ പറയാ ഒരു ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. കോയമ്പത്തൂരിൽ നിന്ന് ഹിസാർ വരെ നമ്മുടെ ഈ ട്രെയിൻ ഉണ്ടല്ലോ 8 സ്റ്റേറ്റ് വഴി യാത്ര ചെയ്യുന്നുണ്ട്. അതായത് തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഫൈനലി ഹരിയാന. ഇവിടെ കൃഷിയൊന്നുമില്ല, മൊത്തം വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. രാജസ്ഥാനിൽ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോൾ ഹരിയാനയിലേക്ക് കയറിയിട്ടുണ്ട്. എന്തോ സിഗ്നലായിട്ട് വണ്ടി നിർത്തുകയാണ്. രാജസ്ഥാൻ്റെ ആ മരുപ്രദേശത്ത് നിന്നെല്ലാം മാറി ഇപ്പോൾ ഒരു പച്ചപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതായത് രാജസ്ഥാനിൽ നിന്ന് മാറിയിട്ട് ഹരിയാനയ്ക്ക് വരുമ്പോൾ തന്നെ പ്രകൃതി മാറി. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നും 2783 കിലോമീറ്റർ യാത്ര ചെയ്ത് ഹരിയാനയിലെ ഹിസാറിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിസാർ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുന്നിലതാ. ഇവിടെ 4 മണിക്ക് എത്തേണ്ട ട്രെയിനാണ്. ഇപ്പം 4:10 10 മിനിറ്റ് ഡിലേ. ഇവിടെയൊക്കെ ഒരുപാട് ലൈൻ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഡൽഹി ഭാഗത്തേക്ക് പോകുന്ന ലൈനായിരിക്കാം. വേറെ ഒന്നും വരാൻ വഴിയില്ല. ഹിസാർ രാവിലെ കണ്ട ആ അനുഭവിച്ച തണുപ്പ് എങ്ങനെയാണോ ഇപ്പോഴും അതുപോലെ തന്നെ, ഒരു മാറ്റമില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:55 കോയമ്പത്തൂരിൽ നിന്ന് കയറിയ ട്രെയിൻ ഇപ്പോൾ ഹിസാറിലെത്തിയത് തിങ്കളാഴ്ച വൈകുന്നേരം 4:15. ഹിസാർ ഇവിടെ നെയിം ബോർഡ് ഇവിടെ കാണുന്നില്ല. എന്നാൽ പിന്നെ ഈ ഒരു ട്രെയിനിൽ നമുക്ക് ഇറങ്ങിയേക്കാം. എല്ലാവരും ഇറങ്ങലായി നേരെ പുറത്തേക്ക്. ഹിസാർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മുടെ ട്രെയിൻ വന്നത്. ഇവിടെ നമ്മളെ വണ്ടി വന്നിട്ട് ഇനിയിപ്പം ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് നമുക്ക് ആ ഒരു ഭാഗത്തേക്കാണ് ഉണ്ട്. നമ്മൾ ആ ഒരു നെയിം ബോർഡിൻ്റെ അവിടത്തോട്ടൊന്ന് ജസ്റ്റ് പോവുക. ഹിസാർ ജംഗ്ഷൻ. അതുപോലെ തന്നെ നമ്മൾ വന്ന ആ ഒരു വണ്ടിയുടെ ലോക്കോമോട്ടീവ് ഇവിടെ ഉണ്ട്. നമ്മൾ കോയമ്പത്തൂരിൽ നിന്നുണ്ട് അതേ ലോക്കോമോട്ടീവ് തന്നെയാണ് ഭഗത് കി കോത്തിയുടെ. ഇതാണ് ഹിസാർ റെയിൽവേ സ്റ്റേഷൻ. ഈ ഹിസാർ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ ആയിരിക്കും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതെല്ലാം അങ്ങനെ തന്നെയാണ്, നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ സ്ഥലങ്ങൾ. ഹിസാർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തിരിക്കുകയാണ്. ഇതാണ് മെയിൻ ഭാഗം. ഇവിടെ മൊത്തം പുതുക്കിപ്പണിയാണ്. പിന്നെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒക്കെ ഭാഗം ഇതാണ്. അതൊക്കെ ഇപ്പോൾ മാറ്റി പുറത്തത്തെ ഒരു ക്രൗഡ് കണ്ടതാ. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോകണം. ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ റിട്ടയർ റൂമൊന്നും ബുക്ക് ചെയ്യില്ല, കാരണം അതൊന്നും ഓൾറെഡി ഇല്ല. ഇവിടെ പുറത്ത് പോയിട്ട് ആ റൂം ബാർഗെയിൻ ചെയ്യണം. ബാർഗെയിൻ ചെയ്തിട്ട് നല്ലൊരു പ്രൈസ് കിട്ടുന്നില്ലെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യും. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇന്ന് താമസിക്കാം. ഈ ഒരു ഭാഗത്തേക്ക് ആദ്യം പോവാം. ഹിസാർ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഇങ്ങനെയാണ്. നല്ലൊരു ഹോട്ടൽ നോക്കട്ടെ, അല്ലെങ്കിൽ ഗോയിപ്പി വഴി ബുക്ക് ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വെറുതെ ബാർഗെയിൻ ചെയ്തിട്ട് പോകുന്നതിനെക്കാട്ടും നല്ലത് അല്ല, അതല്ലേ നല്ലത്. പ്രത്യേകിച്ച് ഹോട്ടലൊന്നും കാണുന്നില്ല. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുക. ഞങ്ങളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഗോയിപ്പി വഴി. റെയിൽവേ സ്റ്റേഷന് കറക്റ്റ് 700 മീറ്ററാണ്. എന്നാൽ പിന്നെ നേരെ അങ്ങോട്ട് പോകാൻ ബാർഗെയിൻ ചെയ്യാനൊന്നും നിന്നില്ല. ഡയറക്റ്റ് ഓൺലൈൻ വഴി തന്നെ ബുക്ക് ചെയ്തു. നേരെയാണ് കാണിക്കുന്നത്. നേരെ നടന്നാൽ നമുക്ക് ആ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ അവിടെ എത്താം. ഇതൊരു മെയിൻ ഹൈവേ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു താഴെ ഭാഗത്തേക്കൂടാ ഒരു 400 മീറ്ററും കൂടെ പോകാനുണ്ട്. 400 മീറ്റർ അല്ലേ? 400 മീറ്റർ. അപ്പോൾ പിന്നെ നേരെ നടന്നോ. ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗം കുറച്ച് ക്രൗഡഡാണ് ഈ ഒരു പ്ലേസ്. ഹിസാറിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമിൽ അങ്ങനെ മാപ്പൊക്കെ വെച്ചെത്തി. ഇതാണ് നമുക്ക് കിടക്കേണ്ട ബെഡ്. നല്ല ബെഡ് തന്നെയാണ്. പിന്നെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ടേബിളുണ്ട്, 2 ചെയറുണ്ട്, ടോയ്ലറ്റും ബാത്റൂം ഒക്കെ ഇതിൻ്റെ അകത്താണ്. ഇത് AC ആണ്, പക്ഷേ AC ൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് AC റൂമും അല്ല, നോൺ AC റൂമാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ ഇവിടെ ഒരു
നമുക്കൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതില്ലാതെ നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല കേട്ടാ. ഇവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ വിചാരിക്കാൻ കഴിയുന്ന അത്ര തണുപ്പാണ്. അതുപോലെ നമ്മൾ നടക്കുമ്പോൾ തന്നെ നോക്കി ഇതിലൊക്കെ നല്ല തണുപ്പാണ്. പിന്നെ ഈ ഒരു ഹിസാറില്, അതായത് റെയിൽവേ സ്റ്റേഷന് കറക്റ്റ് 700 മീറ്റർ ആണ്. ഹോട്ടൽ എംപയർ എന്നാണ് ഇതിന്റെ ഒരു പേര്. നമ്മൾ 700 രൂപക്കാണ് എന്താ പറയാ റൂം എടുത്തിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇന്ന് ഇവിടെ താമസിക്കാം, കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ താമസിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് നമ്മളെ ഹിസാർ എക്സ്പ്രസിൽ യാത്ര ആരംഭിച്ചത് 3 ദിവസത്തെ ആ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ ഇവിടെ ഇറങ്ങി. ഇനിയിപ്പോ എന്താ പറയാ അടുത്ത പരിപാടി ചേർന്നല്ല, കുറച്ച് ഫ്രഷ് ആവണം, പുറത്ത് പോയിട്ട് ഭക്ഷണം വാങ്ങണം. ഇപ്പൊ ഇവിടെ നിന്ന് നേരത്തെ ഇരുട്ടാവും. അതാണ്. പിന്നെ പറഞ്ഞാല് പുറത്തുനിന്ന് പറഞ്ഞാൽ എല്ലാവരും മറ്റേ ജാക്കറ്റൊക്കെ എടുത്തിട്ടാണ്. ഞങ്ങൾ ഈ ട്രെയിനിൽ ഈ മുഷിഞ്ഞ ഇതൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ വേറെ നല്ല ഇതൊക്കെ എടുത്തിടാതെ വെക്കുന്നത്. ഇനിയിപ്പോ നാളെ മുതൽ അങ്ങോട്ട് പോകുമ്പോൾ ജാക്കറ്റ് തന്നെ മെയിൻ ആയിട്ട് എടുത്തിടണം. വേറൊരു കാര്യമുണ്ട്, ഇവിടെ എത്തിയ ശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ട് അതൊക്കെ എടുത്തിടായിരുന്നു വിചാരിച്ചു. കുളിക്കാൻ പറ്റുമോ? വെള്ളം തടുമ്പോ ഐസാവുക, അത്രയും അവസ്ഥയാണ്. കുളിക്കാൻ പറ്റൂല, കാരണം തലയൊക്കെ കുളിക്കാൻ പറ്റൂല. അപ്പം എന്താ പറയാ, ഈ ഒരു വീഡിയോ എന്നാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. അപ്പൊ 3 ഭാഗങ്ങളാണ്, അതായത് 3 പാർട്ടുകളാണ് ഹിസാർ എക്സ്പ്രസിന്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പം 3 പാർട്ടും, അതായത് ഇതിന്റെ മുന്നിലെ 2 പാർട്ട് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അത് പോയി കാണുക. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ ഹിസാർ എത്തിയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് മറ്റൊരു ബൈ.